ഇന്നത്തെ വെയില് കണ്ടിട്ട് ഇന്നലെ വരെ നല്ല മഴയായിരുന്നെന്ന് ആർക്കേലും തോന്നിയായിരുന്നോ? മഴയോ? അതെന്നാ എന്നുള്ള രീതിയിലായിരുന്നു ഇന്നത്തെ വെയില്. കാര്യം എന്നാണേലും അതുകൊണ്ട് എൻ്റെ തുണിയും ഉണങ്ങി കിട്ടി. മുറ്റം ദൂരം നടന്നു. നമ്മുടെ കൂർക്ക നല്ല ഉഷാറായിട്ട് വളർന്നു വരുന്നുണ്ടേ. കാര്യം അബദ്ധത്തിൽ കിട്ടിയ സാധനമാണെങ്കിലും ഇപ്പൊ എനിക്കൊരാഗ്രഹം. എന്നാ പിന്നെ കുറച്ച് കൂർക്ക അങ്ങ് നട്ടാലോന്ന്. ഗ്രോ ബാഗിലോ അല്ലെ പറമ്പിലോ ആയിട്ട് കുറച്ച് നട്ട് വെക്കാന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്ത ദിവസം വേണം നടാന്. ഉണങ്ങി മെലിഞ്ഞിരുന്നൊരു സാധനം നമ്മൾ ഈയിടെ നട്ടു വെച്ചായിരുന്നല്ലോ. അതിന് ഇലയായി, 2-3 പൂവായി. ഇപ്പൊ സംഭവം എന്നാണെങ്കിലും പിടിച്ചു. ഇനി ഞാനിത് കാണിക്കുകയില്ല. ഇതിന് നിറച്ചും പൂവായി കഴിഞ്ഞിട്ടേ ഞാൻ കാണിക്കുകയുള്ളൂ. ഫംഗസ് പോലെന്തോ വന്നെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രൂൺ ചെയ്തൊരു ചെടിയില്ലായിരുന്നോ, ഇതിനെ ഞാനൊന്ന് നോക്കുമായിരുന്നേ. പിന്നീട് വന്ന ഇലകളില് മിക്കവാറും ഉള്ളതിനൊന്നും വലിയ കുഴപ്പമില്ല. പുതിയ മുളകളൊക്കെ ഇപ്പോഴാണ് അതിന് പൊട്ടി വരാൻ തുടങ്ങിയത്. പക്ഷേ ഒറ്റ ഇല മാത്രം ആ സെയിം പ്രശ്നത്തിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനെ ഞാൻ എടുത്ത് കളഞ്ഞേ. ഇന്ന് ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ ഒരു കമന്റ് കണ്ടായിരുന്നു, അത് ഫംഗസ് അല്ല, അത് ഏതോ ഒരു ഇൻസെക്റ്റിന്റെ മുട്ടയാണ്, അത് ചെടി മൊത്തം നശിപ്പിച്ച് കളയുമെന്ന്. എന്റെ ആദ്യത്തെ അനുഭവമായിട്ട് എനിക്ക് അറിയാവുന്ന പോലൊക്കെ ഞാൻ ചെയ്തുള്ളൂ. പുതിയതായിട്ട് വന്ന ഇലകൾക്കൊന്നും വലിയ കുഴപ്പമില്ല. ഒറ്റ ഇലയിലേ കണ്ടുള്ളൂ. അത് ഞാൻ എടുത്ത് കളയുകയും ചെയ്തു. ഇനി വന്ന എന്നെ എടുക്കണമെന്ന് എനിക്ക് അറിയത്തുമില്ല. തുണിയെല്ലാം ഉണങ്ങി കിട്ടിയോണ്ട് ഒരു സമാധാനം സന്തോഷവും ഒക്കെ ഉണ്ടേ. കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു ഇച്ചിരി പായസം കുടിക്കണമെന്നേ. ശരിക്കും എന്റെ ഇഷ്ടപ്പെട്ട പായസം ശർക്കര പായസമാണേ. ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ ഓർത്തിരുന്നിട്ട് ചിന്തിച്ച് അവസാനം പിന്നെ സേമിയ പായസത്തെ എത്തും. അതാണല്ലോ സേഫ്, വലിയ പണിയൊന്നും ഇല്ലല്ലോ, പാളിപ്പോത്തില്ലെന്ന് ഉറപ്പുണ്ട്. അങ്ങനെ കാര്യമായിട്ട് കുറുകുന്നതിന് മുന്നേ തന്നെ കുറച്ചെടുത്ത് കുടിച്ചു നോക്കിയതാണേ. ഞാൻ എപ്പോഴൊക്കെ ആഗ്രഹിച്ച് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി തിന്നാലും ഞാൻ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് അതിന് കിട്ടത്തില്ല. എന്നാൽ ചുമ്മാ ഒരു ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുക